ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേ കാൺ വെയിറ്റ്. അതിപ്പോൾ ഇങ്ങനെ കുറേ കാലം അപ്പുറത്തേക്കുള്ള ഒരു കാലത്തെ ഇനി ഫ്യൂച്ചർ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് പോലും എനിക്ക് സംശയമാണ്. അല്ല, ഇപ്പോൾ ഒരു ടാസ്ക് ആണല്ലോ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിപ്പോൾ അടുത്ത സെക്കൻഡ് ആവാം, അടുത്ത ദിവസമോ അടുത്ത മാസമോ വർഷമൊക്കെ ആവാം. ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേ കാൺ വെയിറ്റ്. അതിപ്പോൾ ഇങ്ങനെ കുറേ കാലം അപ്പുറത്തേക്കുള്ള ഒരു കാലത്തെ ഇനി ഫ്യൂച്ചർ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സമയം ഓരോ സെക്കൻഡും പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷനാണ്. ടു ബി വേ യു ഐ ഹാവ് ടു കീപ്പ് ഓൺ റണ്ണിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കുമ്പം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ആസ് എ പൊളിറ്റീഷ്യൻ എനിക്ക് പറയാനുള്ള മറുപടി, കേരളത്തിൻ്റെ ആ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെ കൺസേൺഡ് ആവുന്ന ഒരു ജനറേഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇലക്ഷൻ മുമ്പിൽ വരികയാണ്. അപ്പോൾ അത് അടുത്ത 5 വർഷത്തേക്ക് എന്നുള്ളതല്ല, അടുത്തൊരു കേരളത്തിനൊരു പുതിയ യുഗം രൂപപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന ആഗ്രഹം ഇൻസൈഡ് പാർട്ടി ആൻഡ് ആസ് എ പൊളിറ്റീഷ്യൻ പൊതുസമൂഹത്തിന് മുമ്പിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നിയർ ടാസ്ക് എന്ന് പറയുന്നത് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ അതിൻ്റെ വിഷയം ഫ്യൂച്ചർ തന്നെ ആവട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്ക് കാരണമാവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ.